പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ മാലോകർക്ക് പാഠവും അതേപോലത്തെ അർത്ഥസമ്പുഷ്ടവുമായിട്ടുള്ളതൊക്കെ ആയത് കാരണത്താൽ അദ്ദേഹം വിശ്രുതനായി. അതുകൊണ്ടാണ് ഒരാൾ ചോദിക്കുകയാണ്, ഇന്നലകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ? ഇന്നലകളിൽ നിങ്ങൾ ഒരു അടിമയായിരുന്നില്ലേ? കൈഫ ബലഗത ഇലമ തറ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എങ്ങനെയെന്ന് ചോദിക്കാൻ. ഇന്നലകളിൽ ആട്ടിടയൻ, ഇന്നലകളിൽ അടിമ, എന്നിട്ട് നിങ്ങൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, നിലവാരത്തിലേക്ക് എത്തി, അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ബി തഖ്വല്ലാ, അള്ളാഹുവിൽ തഖ്വയുള്ള ജീവിതം നയിച്ചതുകൊണ്ട്, ഒബി അദാ ഇൽ അമാന, ഞാൻ അമാനത്ത് നിർവഹിക്കുന്നത് കൊണ്ട്, വസിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട്, വതർക്കി മാലാ യഅനീനി, എന്നെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ അതിലിടപെടാത്തത് കൊണ്ട്. അതേപോലെ തന്നെ വകസ്റത്തു സുംത്, കസ്റത്തു സുംത് എന്നാണ് കൂടുതൽ സമയവും ഞാൻ ആരാണ്? മൗനിയാണ്. ആവശ്യത്തിനെ മിണ്ടുള്ളൂ, ആവശ്യത്തിനെ തൊള്ള തുറക്കുള്ളൂ. അത് കാരണത്താലാണ് എനിക്ക് ഈ ഒരു നിലവാരം വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ വരെ അടിമയായി ആടുകളെ മേച്ച് നടന്നിരുന്ന അങ്ങ് ഇന്ന് ഇങ്ങനെ ഒരു ഹിക്മത്തിൽ മാലോകർക്ക് മാതൃകയാകും വിധം എങ്ങനെ വിരാജിച്ചു എന്നതാണ് ചോദ്യം. ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്? അദാഉൽ അമാന, അമാനത്തിൻ്റെ നിർവഹണം. വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് നിർവഹിക്കുക. പിന്നെ സിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായി സംസാരിക്കുക. തഖ്വ, അള്ളാഹുവിലുള്ള തഖ്വ, പഠിച്ചവനെ പേടി. പിന്നെ കസ്റത്തു സുംത്, എല്ലായിടത്തും മാക്കിട്ടടിക്കുക എന്നുള്ളതല്ല, പിന്നെ ആവശ്യമുള്ളടത്ത് വേണ്ടത് പറയുക. പിന്നെ തർക്കി മാലാ യഅനീനി, എന്നെ ബാധിക്കാത്ത വിഷയത്തിലേക്ക് ഞാൻ ഇടപെടാതിരിക്കാൻ പോവുക. ചിലർ കണ്ടില്ലേ, എല്ലായിടത്തും പോയി ഇടപെടും. മൂപ്പരവിടെ വേണ്ടതില്ല, ഒരാവശ്യമല്ല, പക്ഷെ എന്നാലും അതെന്താണ്, എങ്ങനെയാണ് ചകഞ്ഞുകൊണ്ടിരിക്കും. ഇസ്ലാം മതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് തന്നെ ബാധിക്കാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. തനിക്ക് ബാധകമല്ലാത്ത വിഷയത്തിൽ എന്തിനാ പോയിട്ട് തലയിടുന്നു, അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈമാനിനെ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വഭാവം മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്. അദ്ദേഹം സൽഗുണ സമ്പന്നനായിരുന്നു. അദ്ദേഹം ശാരീരികമായിട്ട് പല വിഷയങ്ങളിലും പരിമിതി ഉള്ള വ്യക്തിയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിത്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടന കൊണ്ടോ ഉപരിപ്ലവ ഭാവം കൊണ്ടോ അത് പറഞ്ഞിട്ടല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റം, ഇതൊക്കെ കാരണത്താലാണ്. അതിലൂടെയാണ് അള്ളാഹു അദ്ദേഹത്തെ നിലനിർത്തിയത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു